ഹായ് ഹലോ വെൽക്കം ടു വൺസ്. സോ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ സിലബസ് ഡിസ്കഷൻ. ആ ഒരു എക്സാമിന് വേണ്ട ഡീറ്റെയിൽ സിലബസ് ആണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു. നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് 2/5/2024 ആണ്. അപ്പോൾ വൺ ഓഫ് ദി ബിടെക് ഗ്രാജുവേറ്റ്സ് ജോലി ആഗ്രഹിക്കുന്നില്ല, നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന ബിടെക് ഗ്രാജുവേറ്റ്സ് എനി ഡിഗ്രി അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. അതും ആ ഒരു ഡെസിഗ്നേഷൻ കയറി പോയി കഴിഞ്ഞാൽ ഒരു IAS ലെവൽ ഒരു ഡയറക്ടർ പോസ്റ്റ് വരെ എത്താൻ പറ്റിയ ഒരു ജോബ് പ്രൊഫൈലും കൂടി ഉള്ളതാണ് എന്ത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. അപ്പോൾ ഈ ഒരു ജോലി ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ബിടെക് കഴിഞ്ഞിട്ട് നല്ലൊരു ജോലി കിട്ടാമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. പക്ഷേ അതിന് വേണ്ടിയുള്ള ആ ഒരു പ്രിപ്പറേഷൻ ത്രൂ ഔട്ട് ആയിട്ട് അത് ഏത് ഡിഗ്രിന്നും അപ്ലൈ എന്ന് പറയുമ്പോഴേക്കും ഒരു കോമ്പറ്റീഷൻ ലെവൽ കൂടുതലാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തൊട്ട് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതാണ്. സോ അതിൻ്റെ സിലബസാണ് നമ്മളത് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇതിൽ എല്ലാ ബ്രാഞ്ചുകാർക്കും എഴുതാമെന്ന് പറയുന്നിടത്ത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ഇല്ല കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ത് സിലബസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പാർട്ട് 1 സിവിൽ എഞ്ചിനീയറിംഗ് നമ്മൾ പ്രീവിയസ് സിലബസ് വേസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. ഇതിൽ ചെറിയ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരാനുള്ള ചാൻസസേ ഉള്ളൂ. സോ പാർട്ട് 1 സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്നത് മെറ്റീരിയൽസ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, സർവേയിങ് ഉണ്ട്. ഇപ്പോൾ പോളിയുടെ എക്സാംസ് നോക്കണമെങ്കിൽ അതിനോട് സെയിം ഓൾമോസ്റ്റ് സിമിലർ പോളി ഇലക്ട്രിക്കലിൻ്റെയൊക്കെ സിലബസിനോട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ, സർവേയിങ്ങിൽ വന്നേക്കണം. മെറ്റീരിയൽസ് ബ്രിക്ക്, അതിൻ്റെ വെറൈറ്റീസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, സ്റ്റീൽ വന്നിട്ടുണ്ട്, അഗ്രിഗേറ്റ്സ് വന്നിട്ടുണ്ട്, കോൺക്രീറ്റ് വന്നിട്ടുണ്ട്. അതാണ് എന്ത് മെറ്റീരിയൽസിൽ വന്നേക്കണം. അതേപോലെ കൺസ്ട്രക്ഷൻ നോക്കുമ്പോൾ പാർട്സ് ഓഫ് ദി ബിൽഡിംഗ് വരുന്നുണ്ട്, റാഫ്റ്റ്, പൈല്, വെൽ ഫൗണ്ടേഷൻസ് കാര്യങ്ങൾ, പിന്നെ ബ്രിക്ക് മെഷീനറീസ് ഒക്കെയാണ് വന്നേക്കുന്നത്. പിന്നെ ഫൈനലി എന്താ സർവേയിങ് എന്ന് പറയുന്നത് ചെയിൻ സർവേയിങ് ഉണ്ട്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് കാര്യങ്ങൾ, ഫീൽഡ് വർക്ക് കാര്യങ്ങൾ, അതേപോലെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഓഫ് GPS. ഈ ഒരു ബെഞ്ച് മാർക്കും GPS ടോപ്പിക്സ് ആണെന്നത് കുറച്ചും കൂടി ഒന്ന് ആഡ് ഓൺ ആയിട്ട് വന്നേക്കുന്നത് ഈ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ എക്സാമിന് വന്ന സിലബസിൽ നമ്മൾ പ്രീവിയസ് ഞാൻ നേരത്തെ പറഞ്ഞു പോളിടെക്നിക്കിൻ്റെ എക്സാമായിട്ട് കമ്പയർ ചെയ്യാൻ നിർത്തുന്നത് എന്താ ഈ ടോപ്പിക് എന്താ ആഡ് ഓൺ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ സിവിൽ സ്റ്റുഡൻസിന് മേ ബി ഇത് വളരെ സിമ്പിൾ ആയിരിക്കും. ബട്ട് അതർ ബ്രാഞ്ച് സ്റ്റുഡൻസ് നോക്കാൻ നിർത്തുന്നത് എന്താ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ബേസിക്കിൽ നിന്ന് തന്നെയല്ല, നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ ബേസിക് പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് നമ്മുടെ കോർ സബ്ജക്ട്സിലേക്ക് പോകും. അപ്പോൾ മെക്കാനിക്കൽ ആവട്ടെ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആവട്ടെ, അതോ കെമിക്കൽ ആവട്ടെ, ഏത് ഡിഗ്രി ഏത് ബ്രാഞ്ച് ആയാലും അവരെന്താണ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക് തന്നെയാണ് എന്ത് സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. പിന്നെ വരുന്ന പാർട്ട് 2 വരുമ്പോഴാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു. അതും ബേസിക്കലി മാനേജ്മെന്റ് ആണ്. ഓൾമോസ്റ്റ് മിക്കവരും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ്, അതേപോലെ എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് വേജ് പേയ്മെന്റ് സിസ്റ്റം എന്നുണ്ട്, ക്വാളിറ്റി പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്സ്, പിന്നെ അതേപോലെ തന്നെ മെറ്റീരിയൽസ്, സെയിൽസ് മാനേജ്മെന്റ്, മെത്തേഡ്സ് ഓഫ് സ്റ്റഡി, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി കൺട്രോൾ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതും മീൻസ് നമ്മുടെ നോർമൽ മാനേജ്മെൻ്റ് ഉള്ള ടോപ്പിക്ക് തന്നെയാണ്. ഒരുപാട് വൈഡായിട്ടൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു തിയറി ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നേക്കണം അല്ലേ. അല്ലാണ്ട് മാനേജ്മെൻറ്റിൽ ആ ഒരു പെർട്ട് CPM ആ ലെവലൊന്നും കയറിയിട്ടില്ല. പിന്നെ വരുന്ന പാർട്ട് 3 വരുന്നതാണ് എന്ത് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതിൽ ബേസിക്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താ കാര്യത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ എല്ലാ ടോപ്പിക്കും അതിൽ വന്നിട്ടുണ്ട്. തെർമൽ വരുന്നുണ്ട്, IC എഞ്ചിൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്താ ടർബോ മെഷീൻസ് വരുന്നുണ്ട്. പിന്നെ നോക്കാൻ നേരത്ത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് RAC എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരുന്നുണ്ട്. പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ഓട്ടോമൊബൈൽസിൽ വരുന്നുണ്ട്. പിന്നെ മെറ്റീരിയൽസ്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, അതേപോലെ എന്താ മാനുഫാക്ചറിങ് പ്രോസസ്സ് വരുന്നുണ്ട്, മെഷീൻ ടൂൾസ് വരുന്നുണ്ട്, എമിഷൻ സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈവൻ ദോ ബേസിക് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറഞ്ഞെങ്കിലും മെക്കാനിക്കൽ അവരുടെ മെയിൻ സബ്ജക്ട്സ് എല്ലാം തെർമൽ വരുന്നുണ്ട്, അതേപോലെ IC എഞ്ചിൻസ് വരുന്നുണ്ട്, RAC റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് വരുന്നുണ്ട്, പിന്നെ മെറ്റീരിയൽസ്, മാനുഫാക്ചറിങ്. അപ്പോൾ ഓൾമോസ്റ്റ് കോർ സബ്ജക്ട് മെക്കാനിക്കൽ എല്ലാം വന്നിട്ടുണ്ട്. ബട്ട് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ മതി. തെർമലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, മാനുഫാക്ചറിങ് പ്രോസസ്സ്, കാസ്റ്റിംഗ്, ഫോർജിങ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സെഷൻസ് കാണുന്നവർക്ക് അറിയാം അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ക്ലാസ്സുകൾ എന്താണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ പാർട്ട് 4 വരാൻ നേരത്തെ എന്താ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നോക്കി ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് വരുന്നുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വരുന്നുണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെന്റൽസ് വരുന്നുണ്ട്, 3 phase സിസ്റ്റം, ജനറേഷൻ ഓഫ് പവർ, ഇലക്ട്രിക്കൽ മെഷീൻസ്. ഓൾമോസ്റ്റ് ഇലക്ട്രിക്കൽ ഓറിയൻറ്റഡ് ടോപ്പിക്സ് തന്നെയാണ് വന്നേക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലുകാർക്ക് ഈ ഒരു ടോപ്പിക്ക് പുഷ്പം പോലെയാണ്. ബട്ട് നമ്മളിപ്പോൾ മെക്കാനിക്കൽ, സിവിലിലെ ബാക്കി ബ്രാഞ്ചസ് നോക്കാൻ നേരത്തെ ഇത്തിരി ടഫുള്ള കേസ് തന്നെയാണ്. മെഷീൻസിലൊക്കെ AC, അതേപോലെ തന്നെ DC ജനറേറ്റേഴ്സ് നോക്കാം. പിന്നെ 3 phase ലൈനും ഫേസ് വോൾട്ടേജ് കാര്യങ്ങളും, അതേപോലെ ഓൾട്ടർനേറ്റിംഗ് കറൻസിൽ നോക്കാൻ നേരത്തെ ഫ്രീക്വൻസി പീരീഡ് ആവട്ടെ, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, കൺസെപ്റ്റ് ഓഫ് ഇംപെഡൻസ്, അതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നോക്കുമ്പോൾ ഫാരഡേസ് ലോസ്, ലെൻസ് ലോസ് ആ കേസ് വരുന്നുണ്ട്. ഇലക്ട്രിക് സർക്യൂട്ടിൽ ക്രിച്ച്ഹോഫ് ലോ, മാഗ്നറ്റിക് സർക്യൂട്ട്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാർട്ട് 4 വരുന്ന ടോപ്പിക്സ്.
ആൻഡ് മൂവിങ് ഓൺ പാർട്ട് 5 ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. അതിൽ ബേസിക്കലി രണ്ടായിട്ട് പറയാം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ ബേസിക് കാര്യങ്ങൾ വരുന്നുണ്ട്. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, പിന്നെ ടൈപ്സ് ആൻഡ് വർക്കിലും ഡയോഡ്സ് വരുന്നുണ്ട്. സെനർ ഡയോഡ്സ്, പി എൻ ജംഗ്ഷൻ, ഫോട്ടോ ഡയോഡ്, സോളാർ സെല്ല്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട്. സെനർ ഡയോഡൊക്കെ എന്ന് പറഞ്ഞാൽ +2 ലെവലിൽ വരുന്ന ടോപ്പിക്ക്. അത് തന്നെ നമുക്ക് എന്താ എഞ്ചിനീയറിംഗിൽ ബേസിക്കിൽ വരുന്ന ടോപ്പിക്ക് തന്നെയാണ്. പിന്നെ ബ്ലൂടൂത്ത്, വൈഫൈ, അതിൻ്റെയൊക്കെ കേസ് എന്താ പാർട്ട് 4 വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്വിച്ചസ്, സ്വിച്ചിൻ്റെ കേസിലുള്ള കേസ്, സെൻസേഴ്സ്, റിലേസ്, അതേപോലെ തന്നെ ടൈപ്പ് ആൻഡ് യൂസ്, പിന്നെ 8085 മൈക്രോ കൺട്രോളറിൻ്റെ കേസിൽ 8085 അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അസംബ്ലി ലാംഗ്വേജ്, അതൊക്കെയാണ് എന്ത് പാർട്ട് 5 വരുന്നത്. ആൻഡ് ഫൈനലി പാർട്ട് 6 നോക്കാൻ നേരത്ത് എന്താ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഡാറ്റ റെപ്രസെൻറ്റേഷൻ, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പ്രോഗ്രാം സോൾവിങ് സ്ട്രാറ്റജീസ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ ഒരു സിമ്പിൾ മോഡൽ ഓഫ് കമ്പ്യൂട്ടർ, പിന്നെ അതിൻ്റെ സ്റ്റോറേജ്, ഡാറ്റ കാര്യങ്ങൾ, അതേപോലെ തന്നെ പ്രൈമറി സ്റ്റോറേജ്, സെക്കൻഡറി സ്റ്റോറേജ് ഒക്കെ നമ്മൾ വളരെ ബേസിക് ലെവലിൽ പഠിക്കുന്ന കാര്യമാണ് വരുന്നത്. ഡാറ്റ റെപ്രസെൻറ്റേഷനിൽ നമ്പർ റെപ്രസെൻറ്റേഷൻ, ബൈനറി നമ്പേഴ്സ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ കൺവേർഷൻ അല്ല, ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി എന്നുള്ള കേസിലുള്ള. പിന്നെ വരുന്നത് എന്താ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഏതൊക്കെ ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ്, പിന്നെ അസംബ്ലി ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ് വരുന്നുണ്ട്. പിന്നെ എന്താ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലേഴ്സ്, അസംബ്ലേഴ്സ്, ഇൻ്റർപ്രറ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ ബേസിക് കൺസെപ്റ്റ് മാത്രം മതി കേട്ടോ. ഇതിൽ പറയുമ്പോഴും കൺസെപ്റ്റ് മാത്രം മതി ഈ ഒരു ടോപ്പിക്കിലും. അല്ലാണ്ട് കമ്പൈലേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യം പല ടൈപ്പ് കമ്പൈലിംഗ് ഡിവൈസിൽ കമ്പൈലേഴ്സ് അതൊന്നും വേണ്ട. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വേണ്ടത്. പിന്നെ ഫൈനലി എന്താണ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. അതിൽ പ്രോബ്ലം അനാലിസിസ് വരുന്നുണ്ട്, എങ്ങനെ സോൾവ് ചെയ്യാം, അതിൻ്റെ അൽഗോരിതം അല്ലേ, നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ ഉള്ള ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്താ അൽഗോരിതം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റിട്ടേൺ പ്രൊസീജിയർ കാര്യങ്ങൾ, പിന്നെ ഫ്ലോ ചാർട്ടിൻ്റെ കേസുകൾ, അതൊക്കെയാണ് എന്ത് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസിൽ വരുന്നത്. അപ്പോൾ ഒരു 6 പാർട്ടാണ് അതിൽ വരുന്നത്. ബേസിക്കലി സിവിൽ, മെക്കാനിക്കൽ, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ. വേറൊരു ബ്രാഞ്ചുകാർ വരാൻ നടത്തി, ഇപ്പോൾ കെമിക്കലുകാരാവട്ടെ, ബയോടെക്നിക്കൽ, ഫുഡ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അതർ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അവർക്ക് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഈ ബേസിക് 6 ബ്രാഞ്ചുകാർക്ക് മേ ബി അവരുടെ വിഷമെങ്കിലും കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ളവർ വരാൻ നേരത്ത് എന്ന് വെച്ചാൽ ടുഗദർ നോക്കാൻ നേരത്ത് എന്താ കുറച്ചൊരു ഡിഫിക്കൽട്ടീസ് എന്താ വരുന്നുണ്ട്. ബട്ട് എനിവേ കോമ്പറ്റീഷൻ ലെവല് നല്ല പോലെ ഉണ്ടാകാൻ പോകുന്ന ഒരു എക്സാമാണ് എന്ത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്. ഒരുപാട് ബിടെക് ഗ്രാജുവേറ്റ്സ് ടിൽ 23 പാസ് ഔട്ട് ആയവർ വരെ എന്താണ് അപ്ലൈ ചെയ്യും. 36 വയസ്സുള്ളവർ വരെ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് എഴുതാൻ പോകുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഇതിൻ്റെ സിലബസ് നോക്കാൻ നേരത്തും കമ്പാരിറ്റീവ്ലി ഒരു സിമ്പിളായിട്ടുള്ള സിലബസാണ്. ബിടെക് പഠിച്ച ഏതൊരു ഗ്രാജുവേറ്റ്സിനും ഒന്ന് നോക്കിയാൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയ സിലബസ് തന്നെയാണ്. പക്ഷേ അവിടെ വേണ്ടത് എന്താണ്, ഏറ്റവും ഒരു ഉയർന്ന മാർക്ക് വേണം അല്ലേ. മിക്കവർക്കും ചിലപ്പോൾ ഒരു 30, 40, 50 റേഞ്ചൊക്കെ കിട്ടിയാലും നല്ലൊരു മാർക്ക് അച്ചീവ് ചെയ്യുക അല്ലെ. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 40-50 റേഞ്ചാണോ, അല്ല മീൻസ് കട്ട് ഓഫ് അല്ല, ഏറ്റവും ടോപ്പ് വന്ന ആ ഒരു മാർക്ക് വരാൻ നേരത്ത് അറൗണ്ട് ഒരു 50 റേഞ്ചാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു ടോപ്പ് മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ എബവ് ഒരു 70+ വരെയും പോകാൻ ചാൻസ് ഉള്ള ഒരു എക്സാമാണ്. അതിന് ആംബിയർ ഉള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെന്ത് വേണം, അതിൻ്റേതായ ഒരു പ്രിപ്പറേഷൻ. സോ അതാണ് നമ്മൾ എന്താ വൺസ് ഓഫർ ചെയ്യുന്നത്. ഈ ഒരു എക്സാമിന് നല്ലൊരു മാർക്കോടുകൂടി എക്സൽ ചെയ്യണമെങ്കിൽ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് നമ്മൾ എന്താണ് ഓൾറെഡി വൺസിൽ ലോഞ്ച് ചെയ്തു. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് വൺസിൻ്റെ ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ യു വിൽ ബി ഗെറ്റിംഗ് സ്മാർട്ട് ക്ലാസ് വീഡിയോസ്. നമ്മുടെ വൺസിൻ്റെ ആപ്പിൽ റെക്കോർഡ് സെഷൻസ് ആപ്പിൽ വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് സമയത്തും വാച്ച് ചെയ്യാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഫീച്ചേഴ്സ് ഇൻ ആപ്പ് ഉണ്ട്. വോയിസോ ചാറ്റ് ചെയ്ത് ചോദിക്കാം, കറസ്പോണ്ടിങ് മെൻറ്റേഴ്സ് ആയിട്ട് റിപ്ലൈ തരും. പിന്നെ എല്ലാ സബ്ജക്ട്സിൻ്റെയും PDF നോട്ട്സ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ഈ മെറ്റീരിയൽസ് ആയിട്ട്. അത് നിങ്ങൾക്ക് ഇൻ ആപ്പ് മ്യൂസിയം ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസ്. ഇപ്പോൾ ഫുള്ളി ഈ ഒരു എക്സാമിന് വേണ്ടി പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത കോഴ്സാണ്. അതും ഏറ്റവും മിനിമം ഫീസിൽ നിങ്ങൾക്ക് എന്താ അവൈൽ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സോ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിലും മികച്ചൊരു അവസരം നിങ്ങൾക്കില്ല. സോ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സോ അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.